ദൈവം എനിക്ക് തന്ന എൻ്റെ ഒരു അധ്വാനത്തിൻ്റെ ഫലം. ഇതെൻ്റെ ലോഗോ, അതുപോലെ ഇതാണ് എൻ്റെ ഓഫീസിൻ്റെ മെയിൻ ഡോർ. ആരാ ഇറങ്ങു പുറത്ത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഓഫീസ് ടൂർ, ഹോം ടൂർ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. എനിക്ക് ഓഫീസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 സ്പേസ് ഉണ്ട്. അതിൽ ഒന്ന് എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടത്തിൽ, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര മനസ്സിൽ എന്തെങ്കിലും ഒരു പ്രയാസം തോന്നുന്നൊരു വിഷയം വന്നു കഴിഞ്ഞാൽ അന്ന് ഇത് രോമാഞ്ചം വരുവാണ്. വേറൊന്നും കൊണ്ടല്ല, അഹങ്കാരം ഒന്നും അല്ല കേട്ടോ. നോക്കിയപ്പോ എന്തോ മെർലിൻ പക്ഷെ തലേ ദിവസം ഈ ഗ്രീൻ കളർ വോളിൽ വെച്ചപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് അത്ര ഭംഗി ഇതിന് തോന്നിയില്ല. ഭംഗിക്കായിട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. കുഞ്ഞി ഷൊട്ട, ഇത് എൻ്റെ ഷൊട്ടാപ്പിയാണ്. ഒരാളൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടേ, വാ വാ, ഞാൻ അങ്ങോട്ട് വരാം. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ ഞാൻ ഒരുപാട് സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി നിങ്ങളെ കാണിക്കാൻ പോവാണ് കേട്ടോ. എൻ്റെ കഴിഞ്ഞ കുറച്ച് നാളിൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ട് ദൈവം അനുഗ്രഹിച്ച് എനിക്ക് തന്ന എൻ്റെ ഓഫീസ് സ്പേസിൻ്റെ ഒരു ഓഫീസ് ടൂർ എന്നുള്ള രീതിയിലാണ് ആലിസ് ക്രിസ്റ്റി പ്രൊഡക്ഷൻ ഹൗസ്. നമ്മുടെ ലോഗോയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓരോ ഓഫീസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇത്രയും ഇൻട്രൊഡക്ഷൻ കൊടുത്ത് കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര എന്താ വലിയ സംഭവമാണ്. അങ്ങനെയുള്ള ഒന്നുമല്ല. വളരെ ചെറിയൊരു സ്പേസിൽ ഒരു കുഞ്ഞി ഓഫീസ് അത്ര നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാവൂ. പക്ഷെ എന്നാലും എൻ്റെ ഒരു സന്തോഷം, ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മളിപ്പോൾ ഒരു കാര്യം കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ വലിപ്പത്തിലല്ലല്ലോ, നമ്മുടെ അധ്വാനത്തിൻ്റെ ഒരു ഫലമല്ലേ അത്. അപ്പം അതെനിക്ക് നിങ്ങളെ കാണിക്കണം എന്നും എനിക്കൊരു വീഡിയോ ചെയ്യണം എന്നൊക്കെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ആരും ഓവർ എക്സ്പെക്ടേഷൻ വെച്ചിട്ട് ഭയങ്കര വലിയൊരു ഓഫീസായിരിക്കും എന്നൊന്നും വിചാരിക്കേണ്ട. ഒരു വളരെ കുഞ്ഞി ഓഫീസാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എൻ്റെ മെയിൻ ഡോറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ലോഗോ ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചൊരു ലോഗോയായിരുന്നു. എനിക്ക് ഇവിടെ ഒരു ലോഗോ വേണം എന്നുള്ള കാര്യം. ഈ ലോഗോയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫസ്റ്റ് ഇവിടെ കൊണ്ടുവന്നത് ഒട്ടിച്ച ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, എനിക്കത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാനിങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ദൈവം ഇത്രയൊക്കെ തന്നല്ലോ എന്ന് ആഗ്രഹിച്ച് ഞാനിങ്ങനെ കൈ കെട്ടി ഈ ലോഗോയിൽ ഞാൻ ഇങ്ങനെ നോക്കി നിന്നായിരുന്നു. ഇതാണ് എൻ്റെ ഓഫീസിൻ്റെ മെയിൻ ഡോർ വരുന്നത്. ഞാൻ ഈ ഓഫീസിൻ്റെ പണി നടന്നിരുന്ന സമയത്ത് തന്നെ എനിക്ക് മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, നമ്മുടെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലൊരു പോട്ടും അവിടെ ഈ പ്ലാന്റും വെക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പോട്ടും പ്ലാന്റും ഞാൻ അന്വേഷിച്ച് നടന്ന ഒരിടത്തും കിട്ടാത്ത സാധനമൊന്നും അല്ല കേട്ടോ. പക്ഷെ മനസ്സിൽ ആഗ്രഹിച്ച ആ ഒരു എന്താ പറയുക, ആ ഒരു ഷേപ്പിലും സൈസിലും ഒക്കെ ഉള്ളൊരു സാധനം എനിക്ക് ലാസ്റ്റ് കിട്ടി. ഇതെല്ലാം തലേ ദിവസങ്ങളിൽ ഓടി നടന്ന് ചെയ്യുന്ന പരിപാടികളാണ്. ഇവിടെ ഞാനത് വെച്ചു. ഇത്രയാണ് നമ്മുടെ ഒരു ഫ്രണ്ട് വ്യൂ വരുന്നത്. ഇനി നമുക്ക് ഓഫീസിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഓക്കെ, ഇതാണ് ദൈവം എനിക്ക് തന്ന എൻ്റെ ഒരു അധ്വാനത്തിൻ്റെ ഫലം. ദൈവം എനിക്ക് തന്ന എൻ്റെ വലിയൊരു എനിക്കെന്ത് പറയണം എന്ന് തന്നെ അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഓഫീസ് ടൂർ, ഹോം ടൂർ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അപ്പം എങ്ങനെ പറഞ്ഞു തുടങ്ങണം എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു മെയിൻ പോർഷൻ വരുന്നത്. ഇവിടെയാണ് നമ്മുടെ എഡിറ്റേഴ്സ് എല്ലാവരും ഇരുന്ന് വർക്ക് ചെയ്യുന്ന സ്പേസ്. ഇവിടെ മുതൽ നമ്മുടെ എഡിറ്റേഴ്സിൻ്റെ സ്പേസാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇവിടെ 2 എഡിറ്റേഴ്സ് ഇപ്പം അവർ വന്നിട്ടില്ല, അവരുടെ സ്പേസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടില്ല. ഇവിടെ ഒരു ഡിജിറ്റൽ മീഡിയ വർക്ക് ചെയ്യുന്ന ആൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ സെയിൽസിൻ്റെ ആൾക്ക് വേണ്ടിയിട്ടും ഒക്കെയാണ് ഈ 2 സ്പേസ് ഞാൻ കൊടുത്തേക്കുന്നത്. ഇവിടെ നമ്മുടെ മെയിൻ എഡിറ്റർ ഇരിക്കുന്ന, നമ്മുടെ ശ്രാവൺ ഇരിക്കുന്ന സ്പേസ് ആണിത്. ശ്രാവണിൻ്റെ സിസ്റ്റവും കാര്യങ്ങളൊക്കെയാണിത്. ഈ ഒരു സ്ഥലം എടുക്കുന്ന സമയത്തും എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു കുഞ്ഞു സ്പേസിനുള്ളിൽ എല്ലാവരെയും കൂടെ എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യിക്കും, എല്ലാവർക്കും ഇരിക്കാൻ സ്ഥലം ഉണ്ടാവുമോ, ചെയർ ഇട്ട് കഴിയുമ്പോൾ എന്താവും എന്നൊക്കെ ഒരു ടെൻഷൻ എനിക്ക് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്നു. പക്ഷെ എന്തോ ഒരു ദൈവാനുഗ്രഹം പോലെ ചെയ്തു വന്നപ്പം എല്ലാവർക്കും ഇരിക്കാനുള്ള സ്പേസ് കിട്ടി. എനിക്കിവിടെ ഒരു 4 പേരെ ഉൾക്കൊള്ളിക്കണം എന്നായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ 4 പേർക്കും ഇരിക്കാൻ കിട്ടി. അങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്ത്, ഒരു എഡിറ്റർ അവിടെയും ഒരു എഡിറ്റർ ഇവിടെയും. ഇവിടെ നമുക്ക് സെയിൽസിലുള്ളവരും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനുള്ളവരൊക്കെ ഇരിക്കുവാണെങ്കിൽ സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഈ ഒരു സ്പേസ് നമ്മൾ സെറ്റാക്കി. ഇവിടെയാണ് നമ്മുടെ ക്യാമറയുടെ ഡ്രൈ ക്യാബിനും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കേട്ടോ. നമ്മുടെ ക്യാമറയുടെ ബോഡിയും ലെൻസും ഒക്കെ ഇതിനുള്ളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഈ ഒരു ടേബിൾ ചെയ്യുന്ന ടൈമിൽ എൻ്റെ മനസ്സിൽ ഞാൻ കണ്ടത് ഒരു ബേജ് കളർ വേണം എന്നുള്ളതായിരുന്നു. ടേബിളും നമ്മുടെ എന്താ പറയുക, വാർഡ്രോബ് പോലത്തെ സംഭവങ്ങളെല്ലാം ഒരു ബേജ് കളറും. നമ്മുടെ ഓഫീസിൻ്റെ ഫുൾ തീം എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഞാൻ ഈ അടിച്ചേക്കുന്ന പെയിൻറ്റിൻ്റെ കളർ ആൻറ്റി ക്രീം എന്നാണ് കേട്ടോ. ഒരു ആൻറ്റി ക്രീം കളർ പെയിൻറ്റും അതിനോടൊപ്പം തന്നെ ഒരു ഐറിഷ് ഗ്രീനും ബേൺ ഓറഞ്ച് കളർ തീമും ആയിരിക്കണം ഓഫീസ് എന്നായിരുന്നു മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഓഫീസ് ഈ ഒരു കളറിലേക്ക് എത്തിയത്.
ഇവിടെ നമ്മുടെ ഐറിഷ് ഹിൽസ് ഗ്രീനിൻ്റെ ആ ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഡെക്കർ ഐറ്റംസും നമ്മുടെ ആക്സസറീസും എല്ലാം നമ്മൾ ബേൺഡ് ഓറഞ്ച് കളറിലേക്ക് പോയി. ഈ ഒരു വാൾ എന്ന് പറയുമ്പം എനിക്ക് ഓഫീസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 സ്പേസ് ഉണ്ട്. അതിൽ ഒന്ന് എൻ്റെ ഈ ലോഗോ ഇരിക്കുന്ന വാളാണ്. കാരണം എൻ്റെ സ്വപ്നങ്ങളിൽ പോലും ഉണ്ടായിരുന്നില്ല എനിക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ പറ്റുമെന്നോ, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഓഫീസിൻ്റെ ഒരു ഫസ്റ്റ് ഓപ്പണിംഗ് ഡേ എൻ്റെ ലൈഫിലുണ്ടാവും, നമ്മൾ വന്നില്ലെങ്കിൽ എല്ലാവരുമായിട്ടിരുന്ന് ഒരു സഹകരണം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ നമ്മൾ പറയില്ലേ സ്വപ്നങ്ങളിൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇതൊന്നും നടക്കുന്ന ജീവിതത്തിൽ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു ലോകം കാണുമ്പോൾ എനിക്ക് എപ്പോഴും ദൈവത്തിനടുത്ത് ഭയങ്കര നന്ദി തോന്നാറുണ്ട്. ദൈവമേ എനിക്ക് ഇത്രയൊക്കെ തന്നല്ലോ, അല്ലെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് എന്നെ ഉയർത്തിയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം എപ്പോഴും ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ് എനിക്ക് ഈ വാളിലേക്ക് നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ഈ ഒരു വാളാണ്. പിന്നെ ഈ ഒരു സെക്ഷനിലേക്ക് വരാം. ഈ ഒരു ലൈറ്റ് ഇത് അങ്ങനെ ഭയങ്കര വെറൈറ്റി ലൈറ്റ് ഒന്നും അല്ല കേട്ടോ, വളരെ കോമൺ ആയിട്ട് എല്ലായിടത്തും കാണുന്ന ലൈറ്റാണ്. പക്ഷേ ഈ ഓഫീസിന്റെ പെയിന്റടി നടക്കുന്നതിന് മുമ്പും ഇതിന്റെ ഒന്നും ആയിട്ടില്ല. ഒന്നും ആകാതെ കിടന്ന സമയത്ത് ഞാൻ ഒരു ഷോപ്പിൽ പോയപ്പോൾ ഈ ലൈറ്റ് കാണാൻ വെറുതെ മനസ്സിൽ കണ്ട ഓക്കെ ഇത് എന്റെ ഓഫീസിൽ ഇന്ന സ്ഥലത്ത് ഇടണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അന്ന് മേടിച്ചു വെച്ച ലൈറ്റാണിത്. അന്ന് എനിക്ക് എൻ്റെ ഈ ഒരു ഓഫീസിന്റെ തീമിന് ചേരുവോ എന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ ചുമ്മാ മേടിച്ചു, ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്, ചിലപ്പോൾ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവേ. ഓക്കെ, ഈ ഒരു ബേൺഡ് ഓറഞ്ച് എന്നുള്ള കളർ തീം എടുത്ത സമയത്ത് എനിക്ക് നമ്മുടെ ഓഫീസിന് പറ്റിയ ഒരു കളർ കോമ്പിനേഷൻ ആയിരുന്നു. പിക്ചേഴ്സ് കിട്ടാൻ എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഞാൻ കുറേ വെബ്സൈറ്റിലൊക്കെ തപ്പി നോക്കി, കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു. പക്ഷെ ആ വെബ്സൈറ്റൊക്കെ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ കിടന്ന് തപ്പിയത് മുഴുവൻ ആമസോണിലായിരുന്നു. അങ്ങനെ എനിക്ക് ആമസോണിൽ നിന്ന് കിട്ടിയ ഒരു ഫോട്ടോയാണ് ഈ ഫോട്ടോ. ഇതും ഫസ്റ്റ് ഡെലിവറി ആയി, കണ്ടു, ഇഷ്ടപ്പെട്ടു. ഏത് വാളിൽ വെക്കണം എന്നുള്ളൊരു ഐഡിയ ഓർഡർ ചെയ്യുന്ന ടൈമിൽ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ട് പോലും ഇല്ല ഇവിടെ ചേരും എന്നുള്ള കാര്യം. കണ്ടു, ഇഷ്ടപ്പെട്ടു, ഓക്കെ എന്തായാലും എടുക്കാം, റിട്ടേൺ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇനാഗ്രേഷന്റെ തലേ ദിവസം ഫിക്സ് ചെയ്യുന്ന ഫോട്ടോയാണിത്. ഇതും എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് കാണുമ്പോൾ. ഓക്കെ, മേടിച്ച സാധനം വെറുതെ നശിച്ചു പോയില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഇത് നമ്മളിവിടെ ഫിക്സ് ചെയ്തു. ഇത് വന്നിട്ട് നമ്മുടെ വാഷ്റൂം ഏരിയ ആണ് ഇവിടെ വരുന്നത് കേട്ടോ. ഇവിടുത്തെ ഡോറിന്റെ പണി കുറച്ചും കൂടി ഉണ്ട്. നമുക്ക് ഈ ഡോർ മാറ്റിയിട്ട് വേറൊരു ഡോർ നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ട്, അത് വന്നിട്ടില്ല. ഇനി നമുക്ക് ഈ സെക്ഷനിലേക്ക് വരാം. ഇവിടെ വരുമ്പോൾ ഇവിടെ ഈ ഒരു സ്പേസ് നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം? ഇവിടെ ഒരാൾക്കല്ലേ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ബാക്കിയുള്ള സ്റ്റാഫുകൾ എല്ലാവരും വന്നു കഴിയുമ്പോൾ നമ്മൾ എങ്ങനെ സ്പേസ് കൊടുക്കും എന്ന് ആലോചിച്ചപ്പോഴാണ് നമുക്കിവിടെ ഈ ഒരു എക്സ്റ്റെൻഡിങ് ടേബിളിൻ്റെ ഒരു ഐഡിയ മനസ്സിൽ വന്നത്. ആ ഒരു ഐഡിയ തന്നത് ഇജാന ആയിരുന്നു കേട്ടോ തന്നത്. ഇജാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇവിടെ നമുക്ക് എക്സ്റ്റെൻഡിങ് ടേബിൾ ചെയ്യാം. അപ്പോൾ ഇവിടെ 2 പേർക്ക് ഇരുന്ന് ഈസിലി വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ടേബിൾ എക്സ്റ്റെൻഡിങ് ടേബിൾ ആക്കി. ഓക്കെ, അതിനുശേഷം ഇനിയുള്ള ഒരു മെയിൻ ഏരിയ ആണ് എൻ്റെത് ഈ കാണുന്ന എൻ്റെ പ്രെയർ യൂണിറ്റ്. ഞാൻ ഈ പ്രെയർ യൂണിറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ ഓഫീസിലായാലും ശരി, എൻ്റെ ഫ്ലാറ്റിലായാലും ശരി, എനിക്ക് മനസ്സുകൊണ്ട് ആഗ്രഹം എന്നല്ല, എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ഞാൻ ദൈവത്തിൻ്റെ ഫോട്ടോ വയ്ക്കുന്ന ആ ഒരു പ്രെയർ സെക്ഷൻ ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും നല്ലൊരു സ്പേസിൽ ചെയ്താൽ പൂർണ്ണതയോടുകൂടി വൃത്തിയായിട്ട് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫ്ലാറ്റിലായാലും ശരി, ഞാൻ അത്രയും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ പ്രെയർ യൂണിറ്റ്. അതിപ്പോൾ പണികൾ നടക്കുന്നേ ഉള്ളൂ. ഇവിടുത്തെ കാര്യം പറഞ്ഞു വരുമ്പോൾ ആദ്യം ഈ പ്രെയർ യൂണിറ്റ് എൻ്റെ മനസ്സിൽ വന്ന സമയത്ത് എനിക്ക് ഓക്കെ ഈശോയുടെ ഒരു ഫോട്ടോ വേണമെന്നുണ്ട്. ജസ്റ്റ് ചെറിയൊരു ഷെൽഫ്, അതിന് താഴെയായിട്ട് നമ്മുടെ ഔസേ പിതാവിൻ്റെയും മാതാവിൻ്റെ സ്റ്റാച്ചു, ഒരു ബൈബിൾ, ഇത്ര മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്തോ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചത്, അതായത് നന്നായിട്ട് ചെയ്യണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചത് കൊണ്ടാകാം ഞാൻ ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയ സമയത്ത് എനിക്ക് ഈ ഒരു വാളിന് പറ്റിയൊരു നല്ലൊരു സ്റ്റാൻഡ് കിട്ടി, നല്ല സ്റ്റാച്ചു കിട്ടി. ഈ പൂവൊന്നും എൻ്റെ മനസ്സിൽ ഐഡിയയിലേ ഉണ്ടായിരുന്നതല്ല. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ കളർ കോമ്പിനേഷന് മാച്ച് ആവുന്ന വൈറ്റും ഗ്രീനും കോമ്പിനേഷൻ വരുന്ന പൂവ് കിട്ടിയത്. ഈ ഒരു ക്യാൻഡിൽ കണ്ടോ, ഇത് ഒറിജിനൽ അല്ല, ഇത് ഇലക്ട്രിക് ക്യാൻഡിലാണ്. നമ്മളിവിടെ സ്വിച്ച് ഇടുമ്പോൾ കത്തുന്നതും ഓഫ് ആവുന്ന രീതിക്കുള്ളതാണ്. എനിക്ക് അങ്ങനത്തെ ക്യാൻഡിൽ കിട്ടി. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞ് ബൈബിള്, നമ്മുടെ ഈ തിരുവചന പെട്ടിയില്ലേ, ഓരോ കാർഡ്സ് എടുക്കുന്നത്, അത് വെക്കാനുള്ള സ്പേസ്, എൻ്റെ ജപമാല വെക്കാനുള്ള സ്പേസ്, അങ്ങനെ എല്ലാ സ്ഥലങ്ങളും എനിക്ക് ഉള്ള സ്ഥലത്ത് ദൈവം ഭയങ്കരമായിട്ട് എനിക്ക് നല്ല രീതിക്ക് എനിക്ക് ഒരുക്കി തന്നു. എന്നും രാവിലെ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത്. പ്രാർത്ഥനയുടെ ഡ്യൂട്ടി ഞാൻ രാവിലെ മെർലിനാണ് ഏൽപ്പിച്ചേക്കുന്നത്. മെർലിൻ വരും, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യും. ആദ്യം പ്രാർത്ഥിക്കും, പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ദിവസത്തെ ജോലികളെല്ലാം തുടങ്ങുന്നത്. പിന്നെ ഞാൻ വന്നതിനും എൻ്റെ ഒരു സെക്ഷൻ പ്രാർത്ഥന വേറെ ഉണ്ടായിരിക്കും കേട്ടോ. അതെല്ലാം ചെയ്ത് ഇവിടെ തിരിച്ച് ഇറങ്ങുന്ന ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞിട്ടാണ് ഇവിടുന്ന് ഇറങ്ങാറ്. പിന്നെ നമുക്ക് ഈ ടേബിളിൽ നമ്മുടെ ഓഫീസ് ഇനാഗ്രേഷൻ ചെയ്തതിൻ്റെ അന്ന് രാവിലെ നമ്മൾ മേടിച്ചൊരു കുഞ്ഞു മീനാണ് കേട്ടോ. ഈ മീനൊന്നും പ്ലാനിൽ ഉണ്ടായിരുന്നതേ അല്ല. പക്ഷേ എനിക്ക് തോന്നുന്നു അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്
ഷിബിനാണോ കുക്കു ആണോ? ഷിബിനോ കുക്കു ആണ്, എനിക്കിപ്പോൾ ഓർമ്മ വരണില്ല ആരാ പറഞ്ഞത്. ആരോ പറഞ്ഞു ചേച്ചി നമുക്കൊരു കുഞ്ഞു ഫിഷിനെ മേടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്നത്തെ ദിവസം രാവിലെ ഓടിപ്പടച്ചു പോയി മേടിച്ച മീനാണ് ഇത്. നമ്മൾ ഇവിടെ രാവിലെ ബ്ലസ് ചെയ്ത് കയറിയതിൻ്റെ അന്ന് നമ്മൾ കത്തിച്ച ക്യാൻഡിലാണ്. ഈ ക്യാൻഡിൽ ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഇവിടെ തന്നെ വെച്ചേക്കുവാണ്. ഇതുപോലെ എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര മനസ്സിൽ എന്തെങ്കിലും ഒരു പ്രയാസം തോന്നുന്നൊരു വിഷയം വന്നു കഴിഞ്ഞാൽ അന്ന് ഇത് ഈ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സ്റ്റോറേജ് യൂണിറ്റിലേക്ക് പോകാം. ദേ ഈ കാണുന്ന വലിയ വാർഡ്രോബ് ഉണ്ടോ, ഇത് ഫുള്ളും നമ്മുടെ എക്യുപ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ, നമ്മുടെ ലൈറ്റിന്റെ സ്റ്റാൻഡ്, അങ്ങനെയുള്ള ഫുൾ ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ സ്റ്റോർ ചെയ്തേക്കാണ്. ഞാനിപ്പോൾ തുറന്ന് കാണിക്കുന്നില്ല, ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. ഈ ഒരു ഏരിയ കംപ്ലീറ്റ്ലി നമ്മൾ അതിന് വേണ്ടിയിട്ട് മാറ്റിയിരുന്നു. സത്യം പറഞ്ഞാൽ ആദ്യം നമ്മൾ ഈ നമ്മുടെ ലോഗോ ഇരിക്കുന്ന വാളില്ലേ, ആ വാളിന്റെ മേലെ സെപ്പറേഷൻ കൊടുത്തിട്ട് മേലത്തെ ഭാഗം സ്റ്റോറേജ് ആക്കാന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പോഴാണ് മെർലിനും ബോബിയും പറഞ്ഞത് ഇല്ല ചേച്ചി എപ്പോഴും അതിന്റെ മേലെ നിന്ന് എടുക്കുന്നത് നമുക്ക് അത്ര പോസിബിൾ ആയിരിക്കില്ല, അതൊരു ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇവിടെ വെക്കാൻ വേറെ സ്ഥലമില്ല, എവിടെ വെക്കുമ്പോൾ എവിടെ വെക്കും ഇങ്ങനെ ആലോചിച്ച് വന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് തോന്നി ഈ ഡോറിന്റെ ബാക്കിൽ, അതായത് ഈ ഡോറ് തുറക്കുമ്പോൾ കറക്റ്റ് ഇവിടെ വന്ന് ഡോറ് റെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഈ ഡോറിന്റെ ബാക്കിലായിട്ട് നമുക്ക് ഈ സ്റ്റോറേജ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഉണ്ടാവുന്നത് കേട്ടോ. ഇതും ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു. യെസ്, ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ഓഫീസിന്റെ ഒരു പാസേജ്, ഒരു കുട്ടി പാസേജ് എന്നൊക്കെ പറയാം, ആ ഒരു ഏരിയയിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഡോർ തുറക്കുമ്പോൾ, ഞാൻ അവിടെ നിന്ന് ഡോർ തുറന്ന് കയറുമ്പോൾ നേരെ കാണുന്ന സെക്ഷനാണ് ഇതേ ഈ സെക്ഷൻ. കണ്ടോ, ഇതാണ് നമ്മൾ നേരെ കാണുന്നത്. ഈ പോകുന്ന വഴിക്ക് താഴെ ഒരു കുഞ്ഞി പോട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതാ ഈ ഒരു കുഞ്ഞി പോട്ടുണ്ടോ, ഇതും ഞാൻ ഇവിടെ തന്നെ വെക്കണമെന്ന് മനസ്സിൽ പ്ലാൻ ചെയ്ത് മേടിച്ചൊരു കുഞ്ഞി പോട്ടാണ് ഇത് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടെയും നമ്മൾ ഈ ഒരു വാള് കംപ്ലീറ്റ്ലി ഒരു ഐറിഷ് ഗ്രീൻ കളർ, ആ ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഈ ഒരു ഫുൾ വാള് ഗ്രീൻ കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ വാളിൽ ക്രീം കളർ പെയിന്റ് കൊടുത്തിട്ട് ഓറഞ്ച് കളർ പിക്ചേഴ്സ് കൊണ്ട് ഈ വാൾ ഹൈലൈറ്റ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഈ പിക്ചേഴ്സ് നമ്മൾ മേടിക്കുന്നത് ഈ ഗ്രീൻ കളർ വാളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ തലേ ദിവസം ഈ ഗ്രീൻ കളർ വാളിൽ വെച്ചപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച അത്ര ഭംഗി ഇതിന് തോന്നിയില്ല. അങ്ങനെ വെറുതെ പറഞ്ഞു നമുക്ക് ഇവിടെ ഒന്ന് വെച്ച് നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് ഞാനും ഈ ചാനലിലെ കസിൻ ഉണ്ടായിരുന്നു, കെവിൻ ഉണ്ടായിരുന്നു, ഞങ്ങളാണ് വെറുതെ ഇവിടെ വെച്ച് നോക്കിയപ്പോൾ ഇവിടെ സ്യൂട്ടായിരുന്നു. അങ്ങനെ ഇത് വെച്ചു. ദേ ഈ ഒരു പ്ലാന്റിന്റെ സ്റ്റാൻഡിന്റെ കാര്യത്തിൽ വരുമ്പോഴും ഈ സ്റ്റാൻഡ് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഇത് ഭയങ്കര രസമാണ്. ഈ സ്റ്റാൻഡ് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പേ ഞങ്ങൾ വിചാരിച്ചു അല്ലെങ്കിൽ വുഡൻ സ്റ്റാൻഡ് വേണ്ട, ചിലപ്പോൾ അത് സ്റ്റേ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് പൂപ്പലൊക്കെ പിടിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ സ്റ്റാൻഡ് റിട്ടേൺ വിട്ടിട്ട് വീണ്ടും പിറ്റേ ദിവസം രാവിലെ, ഞാൻ രാത്രി കൊണ്ട് റിട്ടേൺ വെച്ച സാധനം പിറ്റേ ദിവസം രാവിലെ വീണ്ടും എൻ്റെ ഡോറിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നു. ഞാൻ വെച്ചത് എന്ത് മറിമായം, നോക്കിയപ്പോൾ എന്താ മെർലിൻ ഞാൻ തിരിച്ചു വന്ന് നോക്കിയപ്പോ ഈ സ്റ്റാൻഡ് വീണ്ടും വീടിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നു. ഞാൻ ചോദിച്ചു ഇത് എവിടെ നിന്ന് വന്നു? അത് ഡോർ പോലത്തെ ഒരു സാധനം ചേച്ചിക്ക് വേണ്ടി ഡെലിവറി ആയിട്ടുണ്ട്, ഞാൻ എടുത്തോണ്ടെന്ന്. ഞാനിത് റിട്ടേൺ വിട്ടതാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആമസോണിൽ വീണ്ടും റിട്ടേൺ കൊടുത്തപ്പോൾ എന്തുവാ, അവര് ആമസോൺകാർ ഇങ്ങോട്ട് പറഞ്ഞു നിങ്ങൾ റിട്ടേൺ ഓൾറെഡി സ്വീകരിച്ചു കഴിഞ്ഞു, പേയ്മെന്റ് 2 ദിവസത്തിനുള്ളിൽ ബാങ്കിൽ വരുന്നു. ഞാൻ വിചാരിക്കുക ദൈവത്തെ എന്ത് മറിമായോടെ നടക്കുന്നത്, ഞാൻ സാധനം കൊടുത്തില്ലല്ലോ. എന്നിട്ട് ഞാൻ വീണ്ടും റിട്ടേൺ ഇട്ടു, എന്നിട്ടെന്താ ആരും വന്നില്ല എടുക്കാൻ. അങ്ങനെ ഈ സാധനം ഒരു അനാഥപ്രേതമായിട്ട് ഞങ്ങളുടെ വീടിന്റെ മുമ്പിലങ്ങ് ഇരിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഇതെന്തായാലും ഇവിടത്തേക്ക് വേണ്ടി വിധിച്ചതാണ്, ഞാൻ പറഞ്ഞു വിട്ടിട്ട് പോലും ഇത് പോകുന്നില്ല എന്ന് കരുതിയിട്ട് ഞങ്ങൾ ഈ സ്റ്റാൻഡ് ഒന്നും നോക്കാണ്ട് പൊട്ടിച്ച് ഇവിടെ വെച്ചു. പക്ഷെ പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു പൂപ്പൽ പിടിക്കില്ല, അവർ ഇതിന്റെ മേലെ എന്തോ ഒരു കോട്ടിംഗ് പോലെ ഒരു പെയിന്റ് അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പൂപ്പലൊന്നും വരില്ല എന്ന് തോന്നുന്നു. ഈ പ്ലാന്റും ഇതുപോലെ സെറ്റ് ചെയ്യണമെന്ന് ഓൾറെഡി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുപോലെ തലേദിവസം രാത്രി 8-9 മണി സമയത്ത് ഓടി ഞാൻ ഒറ്റയ്ക്ക് പോയി മേടിച്ച പോട്ടും ചെടികളുമാണ് ഇരിക്കുന്നത് മുഴുവനും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്കാണ് നമ്മുടെ പാൻട്രി എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഭയങ്കര സംഭവം, ഒന്നുമില്ല, കുഞ്ഞു സ്ഥലം ഇത്രയേ ഉള്ളൂ. കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പാൻട്രി ഏരിയ. ഈ പാൻട്രി ഏരിയയിലും ഈ വാളിൽ എനിക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു ഫോട്ടോ, കോഫി ടീ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫോട്ടോ വയ്ക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആമസോണിൽ കയറി തപ്പി എനിക്കറിയില്ല, ഞാൻ ഒരു രാത്രി ഒരു 1-2 മണിക്കൂറെങ്കിലും ഇരുന്നാണ് എനിക്ക് ഈ ഒരു ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട്. കാര്യം കളർ കോമ്പിനേഷൻ നോക്കണമല്ലോ. അങ്ങനെ കിട്ടി. അങ്ങനെ ഞാൻ ആ ഫോട്ടോ സെറ്റാക്കി. ഇവിടെ നമ്മൾ ഈ ടേബിൾ നമുക്ക് ട്രോളിയാണ് കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് നമുക്ക് മൂവ് ചെയ്യാം, മാറ്റി വെക്കാം, ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഇടാം. അതിവിടെ വെച്ചു. ഇതിനുള്ളിലാണ് നമ്മുടെ മെർലിന്റെ ആയുധങ്ങൾ ഇരിക്കുന്നത്. നമ്മുടെ കെറ്റിൽ ഇവിടെ വെച്ചു, ചായപ്പൊടി, പഞ്ചസാര, ഉപ്പ്, സ്പൂണ്, പ്ലേറ്റ്, പാത്രങ്ങളെല്ലാം ഇതിനുള്ളിൽ കയറ്റി. പിന്നെ ഈ സെക്ഷനിലേക്ക് വന്നു. ഇവിടെയും ഈ പറഞ്ഞ പോലെ ഒരു കണ്ണാടി വെക്കണം
എന്നുള്ള കാര്യമൊന്നും എൻ്റെ മൈൻഡിൽ പോയില്ല. നമ്മുടെ ഇനാഗ്രേഷൻ്റെ തലേദിവസം പണി നടന്നുകൊണ്ടിരുന്ന സമയത്ത് അവിടെ വന്ന് നമ്മുടെ ഇലക്ട്രിക്കലിന്റെ ചേട്ടനാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്, ഇവിടെ കണ്ണാടി വെക്കുന്നില്ലേ, ടവൽ റാക്ക് വേണ്ടേ, നമ്മുടെ ഹാൻഡ് വാഷിന് ഇതൊക്കെ വേണ്ടെന്ന് ആലോചിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് തലക്കടി വീണ പോലെ ബോധം വീണു. ശരിയാണല്ലോ, ഒരു കണ്ണാടി വേണ്ട, നമുക്ക് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് കൈ കഴുകുമ്പോഴെങ്കിലും നോക്കാൻ വേണമല്ലോ. അങ്ങനെ അന്ന് വൈകുന്നേരം 5-5:30 ആയപ്പോൾ ഞാനും ഷിബിനും കൂടെ ഓട്ട ഓടി ഏതോ ഒരു കട കണ്ടുപിടിച്ചു. അവിടെ ഇരുന്ന കണ്ണാടി ഊരി മേടിച്ചിട്ടുണ്ടെന്ന്. ഇത് അവിടെ ഇരുന്ന കണ്ണാടി ഊരി മേടിച്ചു, ഇത് അവിടെ ഇരുന്ന് ഇതിനെ ഊരി മേടിച്ചു. ഇതും എല്ലാവരും ഡിസ്പ്ലേ വെച്ചിരുന്ന സാധനങ്ങളാണ്, സകലത് ഊരി മേടിച്ചിട്ടാണ് വന്നത്. അത് കഴിഞ്ഞപ്പോഴേക്കും ഇതേ ഈ സ്റ്റാൻഡിന്റെ കഥ ഞാൻ പറഞ്ഞുതരാം. ഈ സ്റ്റാൻഡാണ് ഞാൻ ആദ്യം എടുത്തത് മറ്റൊരു ഉദ്ദേശത്തോട് കൂടിയായിരുന്നു. ആ ഉദ്ദേശം എന്താണെന്ന് ഞാൻ മറ്റൊരു സ്ഥലത്ത് കയറുമ്പോൾ പറഞ്ഞുതരാം. വേറൊരു സ്ഥലത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് മേടിച്ചത്. മേടിച്ച് കഴിഞ്ഞപ്പോൾ എന്തോ ഈ സ്റ്റാൻഡിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ആ വാളിൽ ഈ വെയിറ്റ് നിൽക്കില്ല. കാര്യം അത് വാളല്ല, നമ്മുടെ ഈ കീബോർഡോ അങ്ങനത്തെ എന്തോ ഒരു സാധനമാണ് ആ ചെയ്തേക്കുന്നത്, നിൽക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്കിത് വേറെ എവിടെയെങ്കിലും വെച്ചേ പറ്റുള്ളൂ, എന്തായാലും ഞാൻ റിട്ടേൺ കൊടുക്കില്ല, മേടിച്ച് എനിക്ക് സാധനം ഇഷ്ടപ്പെട്ട് എവിടെയെങ്കിലും വെക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ചേട്ടാ നമുക്ക് ഇത് ഇവിടെ വെച്ച് നോക്കിയാലോ എന്ന് ചോദിച്ചു. അങ്ങനെ ചേട്ടാ പറഞ്ഞു ശരി നമുക്ക് വെച്ച് നോക്കാമെന്ന് വെച്ചപ്പോൾ ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ അവിടെ 2 പ്ലാന്റ് അതിൻ്റെ ഉള്ളിലും കുത്തിത്തിരികി കയറ്റിയപ്പോഴേക്ക് ആ സംഭവം സെറ്റായി. അപ്പം ഇതാണ് എൻ്റെ പാൻട്രി. ഇവിടെ നിന്നാണ് ഞങ്ങളൊരു കട്ടൻ ചായയും ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിക്കുന്നതും വെള്ളം എടുക്കുന്നതും ഒരു ഗസ്റ്റ് വന്ന് അവർക്ക് കഴിക്കാൻ 2 കുക്കീസോ ഒരു ചായ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. ഇനിയാണ് ഇതാണ് എൻ്റെ ക്യാബിൻ വരുന്നത്. എൻ്റെ ക്യാബിൻ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അങ്ങ് രോമാഞ്ചം വരുവാണ്. വേറൊന്നും കൊണ്ടല്ല, അഹങ്കാരം ഒന്നല്ല കേട്ടോ. അയ്യോ ദൈവമേ, ഇങ്ങനെയൊക്കെ പറയാനായിട്ട് എനിക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ. ഇവിടെയാണ് ഞാൻ ഇരിക്കുന്ന എൻ്റെ സ്ഥലം വരുന്നത്. ബാ ഞാൻ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ, ഈ ഒരു റൂമിൽ കയറുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം എത്രയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പോലും പറ്റില്ല. സന്തോഷത്തിലുപരി എനിക്ക് ഭയങ്കര നന്ദി മാത്രമാണ്, എനിക്ക് ദൈവത്തിനോടുള്ള നന്ദി മാത്രമാണ് എനിക്ക് ഇതിനുള്ളിൽ കയറുമ്പോൾ. അയ്യോ ദൈവമേ, എന്നെ ഇത്രയൊക്കെ ആക്കിയല്ലോ, എന്നെ സഹായിച്ചല്ലോ എന്നുള്ളൊരു ഭയങ്കരമായൊരു സന്തോഷവും നന്ദിയും ഒക്കെയാണ് എനിക്ക് ആ സമയത്ത് തോന്നുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ രണ്ടാമത്തെ സെക്കൻഡ് വാൾ ഇതാണ്. ഓഫ് കോഴ്സ് ഈ ലോഗോ ഇരിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇത് കാണുമ്പോൾ മനസ്സിനുണ്ടാവുന്ന ഒരു സന്തോഷവും സമാധാനവും ദൈവത്തോടുള്ള നന്ദിയൊക്കെ കാരണം തന്നെയാണ് എനിക്ക് ഈ 2 വാളും ഏറ്റവും ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടുള്ള കാരണം. പിന്നെ ഈ ടേബിള്, ഇതാണ് എൻ്റെ ടേബിൾ വിത്ത് സ്റ്റോറേജ്. ഇത് ഞാനിരിക്കുന്ന എൻ്റെ ചെയറ്. ഈ ചെയറിൻ്റെ കഥ പറയുമ്പോഴും ആക്ച്വലി ഞാൻ ഈ ചെയറിൻ്റെ പറഞ്ഞ കളർ ബ്ലാക്ക് ആയിരുന്നു. പിന്നെ ഇത് എപ്പോൾ മാറി എങ്ങനെ ഓറഞ്ച് ആയെന്ന് ചോദിച്ചാൽ എനിക്കൊരു പിടിയില്ല. ഞാൻ എപ്പോഴോ ഓറഞ്ച് കളർ ചെയർ ഉണ്ടോ ചേട്ടാ എന്ന് ചോദിച്ചൊരു ഓർമ്മ എനിക്കുണ്ട്. പക്ഷെ ഞാനത് ബ്ലാക്ക് മാറ്റി ഓറഞ്ച് ആക്കിയതൊന്നും എനിക്കൊരു ഓർമ്മയില്ല. ഇവിടെ വന്ന് സാധനം ഡെലിവറി ചെയ്ത് കണ്ടപ്പോൾ ദൈവമേ ഓറഞ്ച് ചെയർ, ഭയങ്കര സന്തോഷമായി. കാര്യം ഓൾറെഡി നമ്മുടെ കളർ തീം ഇതാണല്ലോ. പക്ഷെ അന്ന് ചെയറിന് ഓർഡർ കൊടുക്കുന്ന സമയത്ത് ഓറഞ്ച് വേണമെന്ന് പറയാനുള്ള ഒരു ഇതൊന്നും എനിക്ക് ആ സമയത്ത് പോയില്ല. പക്ഷെ വന്ന് കഴിഞ്ഞപ്പോൾ ഓറഞ്ച് ചെയർ കിട്ടി, അത് ഭയങ്കര സന്തോഷമായി. പിന്നെ എൻ്റെ ടേബിളിലേക്ക് കയറാം. ഈ ഇരിക്കുന്ന എൻ്റെ ടേബിളിലെ ഐറ്റംസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ട് എൻ്റെ ഈ ഒരു ക്രിസ്റ്റൽ ക്യാമറയാണ്. കണ്ടോ, എനിക്കിത് ഭയങ്കര സന്തോഷമാണ്. എപ്പോൾ ഞാൻ ഈ ടേബിളിൽ വന്നിരുന്നാലും ഇതിലോട്ടാണ് ആദ്യം എൻ്റെ നോട്ടം പോകുന്നത്. ഞാനൊന്ന് അടുത്തൊന്ന് തിരിച്ച് മറിച്ചൊക്കെ നോക്കും, സ്ക്രാച്ചൊക്കെ ഉണ്ടോ, പൊടിയൊക്കെ ഉണ്ടോ, അങ്ങനെയാണ് ഈ ടിഷ്യൂ എടുത്ത് അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയായിട്ട് വെക്കും. പിന്നെ ഇത് ജസ്റ്റ് ഒരു പെൻ ഹോൾഡർ ആണ്. ഇതും ചുമ്മാ ആമസോണിൽ ക്യാമറ ഷേപ്പ് പെൻ ഹോൾഡർ എന്ന് വെറുതെ ഒന്ന് ടൈപ്പ് നോക്കിയപ്പോൾ ടൈം എടുക്കണം പറഞ്ഞാൽ അങ്ങനെ മേടിച്ചാണ് ഈ സാധനം. പിന്നെ നമ്മുടെ എൻ്റെ ലാപ്പ് ഇരിപ്പുണ്ട്. പിന്നെ ഇത് നമ്മുടെ ടേബിൾ ടോപ്പ് ടിഷ്യൂ പേപ്പർ ഹോൾഡർ അല്ല, ആക്ച്വലി ഇത് നമ്മുടെ മറ്റേ വേസ്റ്റ് ബാസ്ക്കറ്റ് പോലത്തെയാണ് കേട്ടോ. ജസ്റ്റ് ടിഷ്യൂ പേപ്പർ, കുഞ്ഞി പേപ്പറൊക്കെ ഇടാൻ വേണ്ടി നമ്മളിങ്ങനെ പുഷ് ചെയ്ത് തുറക്കുന്ന ഒരു സംഭവം. ഇത് ഞാൻ ചുമ്മാ വെച്ചേക്കാണ്, പെട്ടെന്ന് ഒരു ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും ഇടേണ്ടി വന്നാലും ഇതിൽ ഇടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ഫ്ലവർ, ഇത് കണ്ടോ, ഇത് ഞാൻ ഇവിടെ നമ്മുടെ ഓഫീസിലത്തേക്ക് വേണ്ടി മേടിച്ചതല്ല. ഇത് എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് എനിക്കിത് അയച്ചു തന്നതാണ്. ഇത് അയച്ചു തന്നിട്ട് ഒരു 7-8 മാസമായി കാണും. അന്ന് ഞാൻ ഇതിന് ഓർഡർ കൊടുത്തത് പ്രൊമോഷൻ ആയിരുന്നു കേട്ടോ. അന്ന് ഞാൻ ഇതിൽ ഈ ഒരു സാധനം സെലക്ട് ചെയ്ത് കൊടുത്തത് എൻ്റെ പുതിയ ഫ്ലാറ്റിൽ വെക്കാമെന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഞാൻ കൊടുത്തത്. പക്ഷേ നമ്മൾ തലേ ദിവസം ഇങ്ങോട്ട് വരാനുള്ള സാധനങ്ങൾ കുറെ എടുക്കാനുണ്ടായിരുന്നു. അത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് സാധനങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇത് പെട്ടെന്ന് എൻ്റെ കണ്ണിൽ പെടുകയും ചെയ്തു. ഷോക്ക് ചെയ്ത് എന്തായാലും എൻ്റെ ഓഫീസിൽ വെക്കാൻ നേരത്തെ എടുത്തോണ്ട് വന്നു. പിന്നെ എൻ്റെ ഈ കുഞ്ഞി ചെടി, ഈ ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞി ഷൊട്ട, ഇത് എൻ്റെ ഷൊട്ടാപ്പിയാണ്. കണ്ടോ കുഞ്ഞിത്, ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ വലുതുണ്ട്, 2 വീട്ടിലുണ്ട്. ആ 2 മെർലിന് ഭയങ്കര ഇഷ്ടപ്പെട്ട 2 ചെടികളാണ്. അതിലൊരെണ്ണം ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള പ്ലാൻ ആയിരുന്നു. പക്ഷെ ആ സമയത്താണ് തലേ ദിവസം ഞാൻ ചെടികൾ മേടിക്കാൻ പോയപ്പം ഈ ഷൊട്ടൻ എൻ്റെ കണ്ണിൽ പെടുന്നതും ഇതിനെ ഞാൻ എടുത്തോണ്ട് വരുന്നതും. പിന്നെ ഈ ക്യാൻഡിൽ എന്ന് പറയുമ്പം എൻ്റെ ഈ ക്യാബിനിൽ ആദ്യമായിട്ട് തുറക്കാൻ പറ്റില്ല, ആദ്യമായിട്ട് തെളിച്ച തിരിയാണ് ഈ ക്യാൻഡിൽ. അതുകൊണ്ട് ഇതും ഞാൻ ആ ഒരു ഓർമ്മയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡിൽ അതിൻ്റെ ഉള്ളിൽ മാതാവിൻ്റെ സ്റ്റാച്ചു ഉള്ളൊരു ക്യാൻഡിൽ.
ഇതും കണ്ട് ഇഷ്ടപ്പെട്ടെടുത്താണ്. ഇത് കത്തിക്കാൻ പറ്റില്ല, കാര്യം കത്തിച്ച് കഴിഞ്ഞാൽ മാതാവ് ഫുൾ ഉരുകി ഇല്ലാണ്ടായിപ്പോ. ജസ്റ്റ് ഒരു ഭംഗിക്കായിട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം എൻ്റെ ക്യാബിൻ്റെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി പറയുമ്പോൾ ഈ ചെയറിൻ്റെ കാര്യം കൂടെ ഞാൻ പറയാം. ഈ ചെയറും പോയി നമ്മൾ സെലക്ട് ചെയ്യുന്ന ടൈമിൽ എൻ്റെ ഓഫീസിൻ്റെ കളർ തീം ഓറഞ്ച് ആണെന്നോ ഓറഞ്ച് ഗ്രീൻ ഒരു ബ്ലാക്ക് കോമ്പിനേഷൻ ആണെന്നുള്ള കാര്യം ഒന്നും മൈൻഡിലില്ല. അന്ന് ഈ ഓഫീസിന് ഏത് പെയിന്റ് അടിക്കുന്ന പോലും എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ വെച്ചത് ഓക്കെ വെള്ള പെയിന്റ് അടിക്കാമെന്നായിരുന്നു. പക്ഷെ അന്ന് എന്തോ ബൈ ചാൻസിൽ ഈ സാധനവും ഞാനിത് കണ്ട് ചുമ്മാ ഓക്കെ ഇഷ്ടപ്പെട്ടു, ഇരുന്നപ്പോൾ നല്ല കംഫർട്ടബിൾ ആയിരുന്നു, ഇത് തന്നെ എടുത്തോ എന്ന് പറഞ്ഞു. കളറൊന്നും നോക്കിയില്ല. പക്ഷെ അതും ചെയ്തു കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ ഓഫീസിന്റെ സിറ്റുവേഷനായിട്ട് ചേർന്ന് വന്നു. പിന്നെ ഈ ഫോട്ടോയും ഞാൻ ആമസോണിൽ തപ്പി കണ്ടുപിടിച്ചതാണ്. ഇതും ഓറഞ്ചും വൈറ്റും. ആക്ച്വലി എനിക്കിവിടെ ഒരു ഓറഞ്ചും ഗ്രീനും വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ തോന്നുന്നു ഓറഞ്ച് ഗ്രീനിനെക്കാട്ടിലും എന്തുകൊണ്ട് വൃത്തി ഓറഞ്ചും വൈറ്റും തന്നെയാണ്. ഇതും ആമസോണിൽ കണ്ടു, മേടിച്ചു, ചുമ്മാ വെച്ച് നോക്കിയപ്പോൾ കൊള്ളാം, അടിപൊളി സാധനം സെറ്റ്. അങ്ങനെ ഞാൻ മേടിച്ചതാണ് കേട്ടോ ഇത്. പിന്നെ വേറൊരു സാധനം കാണിക്കാൻ പറഞ്ഞു. ഇങ്ങോന്ന് എൻ്റെ ക്യാബിൻ്റെ അകത്തും ഞാൻ ഡോർ ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഞാൻ ഈശോയുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വെച്ചേക്കുന്നത് എനിക്ക് എൻ്റെ ചെയറിൽ ഇരുന്നിട്ട് ഇങ്ങോട്ടേക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങോട്ടേക്ക് നോക്കാനും ഒന്ന് പ്രാർത്ഥിക്കാനും വന്നു കഴിഞ്ഞ് ഇങ്ങനെ കാണുമ്പോൾ ഒരു സമാധാനം, ഒരു സന്തോഷം, അതിന് വേണ്ടിയിട്ട് എനിക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഫോട്ടോ ഇവിടെ വെച്ചേക്കുന്നത്. ആക്ച്വലി ഞാൻ അത് ഇവിടെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. ഈ ഫോട്ടോയുടെ താഴെ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പാൻട്രിയിൽ ഉണ്ടായിരുന്ന ബ്രൗൺ കളർ സ്റ്റാൻഡ് ഞാൻ പറഞ്ഞില്ലേ വേറൊരു സ്ഥലത്തേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തെന്ന് പറഞ്ഞില്ലേ. അത് ആക്ച്വലി ഈ ഫോട്ടോയുടെ താഴെ വെച്ചിട്ട് മെഴുകുതിരി ഇതൊക്കെ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഈ വോളിൽ അത് നിൽക്കത്തില്ല, വെയിറ്റ് താങ്ങത്തില്ല. അതുകൊണ്ടാണ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനം മാറി ഈശോയുടെ ഫോട്ടോ ഇവിടെയോ ആ സ്റ്റാൻഡ് അവിടെയായി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എൻ്റെ ഓഫീസിന്റെ വിശേഷങ്ങൾ കേട്ടോ. എനിക്കറിയാം ഇത് ഭയങ്കര സംഭവ കാര്യങ്ങളൊന്നുമല്ല, എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന്റെ എക്സൈറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവങ്ങളൊക്കെ. ഞാൻ ഒന്നും കൂടെ ഒന്ന് ഷോർട്ട് ചെയ്ത് പറഞ്ഞുതരാം. നമ്മുടെ ആലിസ് ക്രിസ്റ്റി പ്രൊഡക്ഷൻ ഹൗസ് എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, പ്രൊഡക്ഷൻ ഹൗസ് നിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തോ ഭയങ്കര സംഭവമാണ്, സിനിമ പിടിക്കുന്നതാണ്, അങ്ങനെ ഒന്നുമല്ല. നമ്മൾ ആ സ്റ്റേജിലോട്ടൊന്നും എത്തിയിട്ടില്ല. ഇപ്പം വളരെ സ്റ്റാർട്ടിംഗ് ആണ്. കംപ്ലീറ്റ്ലി വീഡിയോ പ്രൊഡക്ഷൻ ആണ്. ഇപ്പം നിങ്ങളൊരു ബ്രാൻഡോ ഒരു ഷോപ്പോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു വീഡിയോ വേണം, അല്ലെങ്കിൽ മന്ത്ലി നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ പോകാനായിട്ട് നിങ്ങൾക്ക് റീൽസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മൾ നിങ്ങൾക്ക് വന്ന് കംപ്ലീറ്റ്ലി കോണ്ടന്റും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്ത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഒരു 4K ഔട്ട് ആക്കി നിങ്ങൾക്കൊരു വീഡിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അഡ്വർടൈസ്മെന്റ് വാട്ട് എവർ ഇറ്റ് ഇസ് നിങ്ങൾക്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. അതാണ് കംപ്ലീറ്റ്ലി നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഇതുപോലെ എന്തെങ്കിലും ആവശ്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഞാൻ മെയിൽ ഐഡിയും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന്റെ താഴെ കൊടുക്കുന്നുണ്ട്. ഒരാളൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടേ. വാ ചെരുപ്പൂരിട്ട് കയറിക്കോ. ആ ശാരല്ലേ ശ്രീനിവാസൻ, ബാ ഞാൻ അങ്ങോട്ട് വരാം. ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ഓഫീസ് ടൂർ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. എന്തോ അത് ലുട്ടാപ്പിയോ? ഓക്കെ, അങ്ങനെ എൻ്റെ ഓഫീസ് ടൂർ ഇവിടെ തീരുകയാണ്. ഓക്കെ ബൈ ഗായ്സ്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്ന് പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ടാറ്റാ ബൈ ബൈ, ലവ് യു ഓൾ.